ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ BS4 മോഡൽ ഹോണ്ട ഡിയോ ജനറൽ സർവീസ് ആയിട്ടാണ് കയറ്റിയത്. 41,500 കിലോമീറ്റർ ഇപ്പോൾ നിലവിൽ വണ്ടി ഓടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിന് ജനറലായിട്ടുള്ള സർവീസിന് വേണ്ടി കയറ്റിയതാണ്. അപ്പോൾ നമ്മളതിൻ്റെ എയർ ഫിൽട്ടർ, ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽട്ടർ നമ്മൾ നോക്കുമ്പോൾ കമ്പനി ഫിൽറ്ററാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെ കിടക്കുന്നത്. വലിയ പഴക്കമൊന്നും ആയിട്ടില്ല. അപ്പോൾ നമുക്കൊന്ന് തുടച്ച് ക്ലീൻ ആക്കിയിട്ടൊക്കെ റീസെറ്റ് ചെയ്യാം. ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് വേറെ പറയത്തക്ക ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നുമില്ല ക്ലച്ചിനകത്ത്. പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ അടങ്ങുന്ന യൂണിറ്റാണ്. അതിൻ്റെ തേമാനം നോർമൽ, നമ്മൾ 40,000 കിലോമീറ്റർ ഓടി വണ്ടിയുടെ ഒരു തേമാനം, അത് അല്ലാണ്ട് വേറെ കംപ്ലീറ്റ് എന്ന് പറയാവുന്നൊരു ഇതായിട്ടൊന്നുമില്ല. അതേപോലെ തന്നെ ബാക്കിലെ ക്ലച്ച് പുള്ളിയുടെ ഭാഗം, CVT ക്ലച്ചിൻ്റെ മെയിനായിട്ട് വന്ന ഒരു പുള്ളി യൂണിറ്റാണ്. അത് നമ്മൾ ഫുള്ളായിട്ട് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട്. കൂട്ടത്തിൽ ഈ പിന്നൊക്കെ ചെറുതായിട്ട് ഓവറായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തിടാം. ക്ലച്ച് വെയിറ്റ് സെറ്റ് യൂണിറ്റാണത്. ക്ലച്ച് വെയിറ്റ് സെറ്റ് ആയാലും ക്ലച്ച് ഷൂ അതിൻ്റെ പിന്നൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. വേറെ കംപ്ലയിൻ്റ് എന്ന് പറയാനായിട്ടും ആയിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷനും, ബെൽറ്റും പുതിയ ബെൽറ്റാണ് കിടക്കണേ. അതും നമുക്ക് കിടക്കുന്നത് കമ്പനി ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ് കേട്ടോ. ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല, പുതിയ വലിയ പഴക്കമായിട്ടില്ല ബെൽറ്റിന് കേട്ടോ. പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ ബാക്ക് ബ്രേക്ക് കൂടി നമ്മൾ അഴിക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഫ്രണ്ട് വീൽ അഴിച്ച് നിർത്തിയാണ്. അതിന് ശേഷം നമ്മൾ ബാക്കും കൂടി അഴിച്ച് ബ്രേക്കിൻ്റെ ഭാഗത്തൊന്ന് ക്ലിയർ ചെയ്യും. അതേപോലെ കിക്കറിൻ്റെ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് കേട്ടാൽ അതൊക്കെയാണ് ക്ലച്ചുമായി ബന്ധപ്പെട്ട് വന്നത്. പിന്നെ നമുക്ക് ചോക്കിൻ്റെ കേബിൾ, ആക്സിലേറ്റർ കേബിളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ആക്സിലേറ്റർ കേബിൾ പൊട്ടിക്ക് ഇപ്പോഴേ കുറവായി തുടങ്ങിയിട്ടുണ്ട്. ചോക്ക് കേബിളൊക്കെ നല്ല രീതിയിൽ കുഴപ്പമില്ല. പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷ് സെറ്റുകളൊക്കെ നമ്മളൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്താൽ മതി, വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല. അതേപോലെ തന്നെ ബ്രേക്ക് ലൈനറായാലും അത്യാവശ്യമുണ്ട്, ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്താൽ മതി. പിന്നെ ബ്രേക്ക് നമുക്ക് ഫ്രണ്ട് സൈഡിൽ നിന്ന് സ്പീഡോമീറ്ററിൻ്റെ ഭാഗം സൗണ്ടിൻ്റെ ദിവസം ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ വേറെ കംപ്ലയിൻറ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ അതേപോലെ തന്നെ ടയറിൻ്റെ കണ്ടീഷൻ, ഫ്രണ്ട് ടയറിൻ്റെ കണ്ടീഷനൊക്കെ അത്യാവശ്യം ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. സൈഡ് തേമാനം ചെറുതായിട്ടുണ്ട്. വീൽ ബെയറിങ് കാര്യങ്ങളൊന്നും വേറെ പ്രോബ്ലം ഒന്നുമില്ല. ഷോക്കിൻ്റെ ആയാലും ഗ്രീൻ ബുഷ് കാര്യങ്ങൾക്കൊന്നും വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ ഹെഡ്ലൈറ്റിന് ഒരു ഗ്യാപ്പുള്ള കേസ് രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇതൊക്കെ നോർമൽ ഉള്ള സംഭവമാണ്. കാരണം ഇത് ഫ്രീ ഗ്യാപ്പ് ഇട്ടാണെന്ന് വെച്ചാൽ ഹെഡ്ലൈറ്റ് നമുക്ക് താത്തയും പൊക്കെയൊക്കെ ചെയ്യണമെങ്കിൽ അതൊന്നും ടച്ചിങ് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ളതാണ്. അത് നമുക്കൊന്നും ചെയ്യാൻ നടക്കില്ല. പ്രത്യക്ഷത്തിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നും തോന്നുന്നില്ല കേട്ടോ. പിന്നെ ബാറ്ററി നമുക്കിത് ഇരിക്കണ ആമറോണിൻ്റെ ബാറ്ററിയാണ്. 2022 മോഡൽ ബാറ്ററിയാണ് ഇത് ഇരിക്കണ ബാറ്ററി കേട്ടോ. അപ്പോൾ ഞാൻ ആ ബാറ്ററി കൂടി ഒന്ന് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ബാറ്ററി നമുക്ക് അതിൻ്റെ വോൾട്ട് നോക്കുമ്പോൾ നമുക്ക് 12.99 റേഞ്ച് വോൾട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട്. ടെസ്റ്റിലേക്ക് കൊടുത്തിട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് ഡാമേജ് പോലെ കാണിക്കുക. 12.99 ഉള്ളത് കൊണ്ട് സെൽഫ് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഡാമേജ് പോലെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബാറ്ററിയുടെ സെൽഫിൻ്റെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ വേറെ പറയത്തക്ക കംപ്ലയിൻറ്റ് തോന്നണമെന്നില്ല. അപ്പോൾ അത് അങ്ങനെ എന്തൊരു പ്രോബ്ലം വരാനായിട്ടുള്ളൊരു സാധ്യത നിലവിൽ കാണുന്നുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ നമുക്ക് സ്പാർക്ക് പ്ലഗ് ആയാലും നമുക്കൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്ററും പ്ലഗും കൂടി വെച്ചിട്ട് മാറ്റിയാണ്. പ്ലഗിന് വലിയ പഴക്കം തോന്നണില്ല. പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട് കേട്ടോ. അതിനായിട്ട് അതൊക്കെയാണ് സംബന്ധമായിട്ടുള്ള വർക്കുകളേ ഉള്ളൂ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി വർക്ക്ഷോപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടണേ. അപ്പോൾ അതനുസരിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തീരുന്നതിനനുസരിച്ച് കോൺടാക്ട് ചെയ്യാം കേട്ടോ.